തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപിഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കഴിഞ്ഞാണ് നമ്മൾ ഒന്നാം വാള്യത്തിൻ്റെ ഒന്നാം വാള്യത്തിൽ രണ്ടാം ഭാഗത്തിൽ അധ്യായം 2 1882 ഏപ്രിൽ 2 ഞായറാഴ്ച കമലഗുഡിയിൽ കേശവചന്ദ്രസേൻ്റെ വീട്ടിൽ വന്നതാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനാമൃതത്തിൻ്റെ അത്രയും ഭാഗത്താണ് നമ്മൾ എത്തിയത്. അപ്പോൾ അന്ന് അവിടെ വച്ച് ഭഗവാൻ കേശവചന്ദ്രസേനോട് പറഞ്ഞ ആ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് 36 ദിവസമായിരിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എണ്ണമൊന്നും ഭഗവാൻ പറഞ്ഞതല്ല, അത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ്. ഭഗവാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 1 മാസത്തിലേറെയായി മാസ്റ്റർ മഹാശയൻ ദക്ഷിണേശ്വരത്ത് വന്നിട്ട്. അപ്പോൾ അത്രയും ആബ്സെൻ്റാണ്, വരുന്നില്ല. അപ്പോൾ 1 മാസത്തോളം വരാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. അത് ശരിയല്ല എന്ന് ഭഗവാൻ പറയാൻ കാരണം അതൊന്നും മാസ്റ്ററോട് നേരിട്ട് പറയുന്നുമില്ല. മാസ്റ്ററെ അടുത്തിരുത്തിക്കൊണ്ട് കേശവചന്ദ്രസേനോടാണ് പറയുന്നത്. മാസ്റ്ററെ അടുത്തിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് കേശവചന്ദ്രസേനോടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ കേശവചന്ദ്രസേനോട് മാസ്റ്ററോട് പറയണം എന്നാണ് പറഞ്ഞത്. അതായത് നീ എന്താണ് ഈ 1 മാസമായിട്ട് അല്ലെങ്കിൽ കൂടെ ദക്ഷിണേശ്വരത്ത് വരാത്തത് എന്ന് പറയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 36 ദിവസത്തെ ഒരു ഗ്യാപ്പുണ്ട് അവിടെ, നമുക്ക് മനസ്സിലാവും. ഈ 36 ദിവസത്തിനിടയിൽ ആകെ 36 ദിവസം. ആ 36 ദിവസത്തിനിടയിൽ 7 ദിവസം മാത്രമാണ് മാസ്റ്റർ മഹാശയൻ ഭഗവാനെ കാണാൻ പോയിട്ടുള്ളൂ. ബാക്കി ഏതാണ്ട് 30 ദിവസത്തോളം 29 ദിവസത്തോളം പോയിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഏകദേശം 1 മാസം എന്ന് ഭഗവാൻ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ഭഗവാൻ അത് സൂചിപ്പിക്കാനുള്ളൊരു കാരണം, എൻ്റെ മനസ്സ് ഭാര്യയും മക്കളിലും ഒന്നും ആസക്തമല്ലെന്നും ഞാൻ അതെല്ലാം ആ ലൗകികമായ എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ഈ വന്ന് കണ്ട 1 മാസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ആ വന്ന് കണ്ട ആ 7 ദിവസത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ മാസ്റ്റർ മഹാശയൻ ഇത് ഭഗവാനോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ സൂചിപ്പിച്ച ആളായതുകൊണ്ടാണ് ഭഗവാൻ ഇത് ചോദിച്ചത്. അല്ലെങ്കിൽ ഭഗവാൻ അത് ചോദിക്കില്ലായിരുന്നു. അപ്പോൾ ആകെ 7 പ്രാവശ്യമാണ് വന്നത്. ആ 7 പ്രാവശ്യം ആകെ തുടക്കം മുതൽ ആദ്യമായി കണ്ട് 7 പ്രാവശ്യമാണ് ആകെ വന്നത്. അതിനിടയിൽ തന്നെ ലൗകിക ജീവിതമൊന്നും എന്നെ ബാധിക്കില്ലെന്നും ഭാര്യയും മക്കളെയൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും അതൊന്നും ഞാൻ അതിലൊന്നും ആസക്തമല്ലെന്നും ആ ഒരു കുടുംബജീവിതത്തിൽ ആസക്തനല്ലെന്നും ഒക്കെ വലിയ വാചകം പറഞ്ഞതുകൊണ്ട് ഭഗവാൻ അത് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞ ഒരാൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ ഭഗവാൻ ഇവിടെ നോക്കൂ, തൻ്റെ ആ കഥാമൃതം എഴുതേണ്ട ആളോട്
അല്ലെങ്കിൽ ആ ആളെ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഭഗവാൻ ഒരുക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഷ്ടമഹാശയന് പോലും അറിയില്ല ഭഗവാന്റെ വചനാമൃതം എഴുതേണ്ട ആൾ താനാണെന്ന് അറിയേയില്ല. അങ്ങനെ ചിന്ത പോലുമില്ല, വിദൂരത്തിൽ പോലും അങ്ങനെ ചിന്തയില്ല. മാഷ്ടമഹാശയൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. മാഷ്ടമഹാശയൻ്റെ മനസ്സിൽ ഒരിടത്തും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ അതറിയാവുന്ന ഏക ആൾ ഭഗവാൻ മാത്രമാണ്. ഈ ഇരിക്കുന്ന ആളാണ് എൻ്റെ വചനാമൃതം എഴുതേണ്ട ആളെന്ന് അറിയാവുന്ന ഏക അത് ഭഗവാൻ മാത്രമാണ്. ഭഗവാന്റെ നിയോഗമാണത്. പക്ഷേ അത് പറയാതെ തന്നെ ആ ആളെ എങ്ങനെ ഒരുക്കിയെടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഭഗവാൻ കാണിക്കുന്നത്, നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു ഭാഗം അതാണ്. എന്നിട്ട് നോക്കൂ, എത്ര കൃത്യതയോടുകൂടിയാണ് ഭഗവാൻ ഇത് മുൻകൂട്ടി പറഞ്ഞതിൻ്റെ ഒരു ഭഗവാൻ എന്തുകൊണ്ടാണിത് ചോദിച്ചത്. 30 ദിവസമായിട്ട് എന്നെ വന്ന് കണ്ടില്ല എന്നുള്ള കാര്യത്തിൽ ഭഗവാൻ ആ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? അതായത് ഭഗവാൻ അതിനു മുമ്പേ പറഞ്ഞിരുന്നു, വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കത്തയക്കണമെന്ന്. നമുക്ക് എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണം എല്ലാവരോടും ഇത് പറഞ്ഞിട്ടില്ല, മറ്റെത്രയോ പേരവിടെ വരുന്നുണ്ട്, ആരോടും ഇങ്ങനെ കൃത്യമായി കത്തയക്കണമെന്നൊന്നും ആരും അങ്ങനെ കത്തയക്കുന്നുമില്ല. ഭഗവാൻ മാഷ്ടമഹാശയനോട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും കാരണവശാൽ ദക്ഷിണേശ്വരത്ത് വരാൻ താമസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ പറ്റില്ലെങ്കിൽ ആ കാര്യം കത്തെഴുതി അറിയിക്കണം. അപ്പം എത്ര കൃത്യമായിട്ടാണ് തൻ്റെ ആ അവതാരവാണി എഴുതാൻ പ്രാപ്തനാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അക്ഷരം പോലും എഴുതാത്തയാൾ, എഴുതുന്നത് തന്നെ നേരെ അല്ലാത്തയാൾ, അത് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൻ്റെ സ്വഭാവം കാണുമ്പോൾ തന്നെ നമ്മളത് കാണുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് ആ ഡയറി കുറിപ്പ്. ആ ഡയറി കുറിപ്പിൻ്റെ സ്വഭാവം കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഡയറിയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തിൻ്റെ മനോഹാരിതയൊന്നും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയും കുറിച്ചിടും, അതിനൊന്നും പരസ്പര ബന്ധമില്ലാത്ത പോലെ എന്തൊക്കെയോ കുറിച്ചിടുന്നു എന്നുള്ളതല്ലാതെ ഒരു വാചക ഘടനയോ സൗന്ദര്യാത്മകമായ ഒരു കൺസ്ട്രക്ഷനോ ഒന്നുമില്ലാത്ത ഒരാളാണ്. അപ്പം അത്രയ്ക്ക് എഴുത്തിൽ വളരെ മോശപ്പെട്ട ഒരാളാണ്. അങ്ങനൊരു ചിന്ത, അതെ മാഷ്ടമഹാശയൻ പാവം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്തയില്ല. ഒരു എഴുത്തുകാരനാകുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്, പുസ്തകം രചിക്കുക അങ്ങനെയൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ 20 വർഷം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളാണെന്നും കൂടെ നമ്മളിപ്പോൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കണം. 20 വർഷം, ഇപ്പം 82ൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 25 വർഷം കഴിഞ്ഞ് നടക്കേണ്ട കാലം, 1/4 നൂറ്റാണ്ട് കഴിഞ്ഞ് നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഒരുക്കങ്ങൾ നടക്കുന്നത് എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇതേക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രീരാമകൃഷ്ണദേവൻ അറിയാമായിരുന്നു ഈ വചനാമൃതം എഴുതേണ്ട ആളെ മഹേന്ദ്രഗുപ്തയാണെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് ആണല്ലോ ഈ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുന്നത് തന്നെ. ഇത്തരം ട്രെയിനിങ് മാസ്റ്ററെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുമായിരുന്നു ഭഗവാൻ. താൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ടോ എന്ന്, അതുകൊണ്ടൊരു പരീക്ഷണം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. ഇവിടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞു നിർത്തിയ ഭാഗത്തിന് ഒരു കണ്ടിന്യൂറ്റി ഉള്ളത് അതായത് നമ്മളിവിടെ ഈ ഭാഗം എന്ന് പറയുമ്പോൾ വചനാമൃതത്തിൻ്റെ 1-ാം വോള്യത്തിൽ നമ്മൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ട് കാണേണ്ടത് വോള്യം നമ്മുടെ 1-ാം വോള്യത്തിൽ 4-ാം ഭാഗത്തിലെ 3-ാം അധ്യായം എന്ന് പറയുന്നത് 1-ാം വോള്യത്തിൽ 4-ാം ഭാഗത്തിലെ 3-ാം അധ്യായം. അവിടെയാണ് 1882 ഒക്ടോബർ 16 തിങ്കളാഴ്ച ദക്ഷിണേശ്വരത്ത് ഇവരെല്ലാവരും കൂടെ കാണുന്ന ആ അധ്യായമാണത്. നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അത് കാണുന്നൊരു അധ്യായമാണ്. ഈ അധ്യായത്തിന് വളരെയധികം പ്രാധാന്യം ഈ വചനാമൃതത്തിൻ്റെ വായനയിൽ നമുക്ക് ബോധ്യപ്പെടും. ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം കാര്യം ഇവിടെയാണ്, ഈ അധ്യായത്തിൽ വെച്ചാണ് ഭഗവാൻ മാഷ്ടമഹാശയനോട് പറയുന്നത്, നീ മന്ത്രദീക്ഷ സ്വീകരിക്കണമെന്ന്. മന്ത്രദീക്ഷ സ്വീകരിക്കണം എന്ന് ഭഗവാനാണ് ആവശ്യപ്പെടുന്നത്. അത് ഈ അധ്യായത്തിൽ വെച്ചാണ്. പിന്നെ ഈ അധ്യായത്തിനുള്ളൊരു പ്രത്യേകത, മാഷ്ടമഹാശയൻ ആദ്യമായിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകാതെ ദക്ഷിണേശ്വരത്ത് രാത്രി തങ്ങുന്ന ആദ്യത്തെ ദിവസമാണ്.
അതാണ് അതിനകത്ത് മറ്റൊരു കാരണം. വീട്ടിലേക്ക് പോകാനുള്ള താല്പര്യമില്ലായ്മ അദ്ദേഹത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ ആദ്യമായിട്ട് ദക്ഷിണേശ്വരത്ത് രാത്രി തങ്ങുന്ന അന്ന് ശാരദാദേവി ചപ്പാത്തിയും ഡാലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അതൊക്കെ ഭക്ഷിച്ച് വളരെ കീർത്തനങ്ങളൊക്കെ പാടി നരേന്ദ്രൻ കൂടെ ഉണ്ട്. നരേന്ദ്രനും അന്ന് രാത്രി അവിടെ തങ്ങി, മറ്റുള്ള ആൾക്കാരുമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ആനന്ദപൂർണമായ ഒരു അധ്യായമാണത്. ആ ദിവസങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നൊരു അധ്യായമാണ് മാർഷമഹാശയം. ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു അധ്യായം കൂടിയാണത്. അപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് രാത്രിയിൽ ആദ്യമായി തങ്ങുന്നു. അതിൻ്റെ പ്രധാന കാരണം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നും ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ അധ്യായത്തിൻ്റെ ഇടയ്ക്ക് തന്നെ മാസ്റ്റർ മഹാശയൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. മാസ്റ്റർ മഹാശയനല്ല ശരിക്ക്, മാസ്റ്റർ എന്നുള്ള പേരിലല്ല, അവിടെ വന്നപ്പോൾ ഒരു ഭക്തൻ എന്നുള്ള പേരിലാക്കി മാസ്റ്റർ. ഒരു ഭക്തൻ ചോദിക്കുന്നു എന്നുള്ളത് മാത്രമാക്കി. കാരണം തൻ്റെ ഈ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ ഒരിക്കലും തന്നോടൊപ്പം അല്ലെങ്കിൽ തന്നെ അതിനു വേണ്ടി തൻ്റെ ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ശ്രമത്തെ ഒട്ടും അംഗീകരിക്കാത്തൊരു ഭാര്യയെ എന്ത് ചെയ്യണം എന്ന് ഒരു ഭക്തൻ എന്നും പറഞ്ഞാണ് ഈ വചനാമൃതത്തിൽ മാസ്റ്റർ മഹാശയൻ അത് എഴുതിയത്. ഒരു ഭക്തൻ എന്ന് അവിടെ പറഞ്ഞതും മാസ്റ്റർ മഹാശയൻ തന്നെ. അതേ പിന്നീട് മാസ്റ്റർ മഹാശയനായിക്കൊണ്ട് തന്നെ ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതുന്നുണ്ട്. വളരെ ചിന്താകുലനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ ഭാര്യയെ അങ്ങനെയുള്ളൊരു ഭാര്യയെ ഉപേക്ഷിക്കണം എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ അത്തരം ഒരു വലിയ വ്യാകുലതയോട് എങ്ങനെയാണോ വചനാമൃതത്തിൻ്റെ തുടക്കത്തിൽ ഒരു ആത്മഹത്യാശ്രമത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങിപ്പോയ അതേ മാനസികാവസ്ഥയെ കുറേ കൂടെ രൂക്ഷമായ തരത്തിലേക്ക് എത്തിയ ഒരു ഭാഗം കൂടിയാണ് ഈ അധ്യായം. അതേ അവസാനത്തിൽ ഈ അധ്യായത്തിൻ്റെ ഏതാണ്ട് അവസാനത്തിൽ അതിലേക്കാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഭഗവാൻ അത് പറയുന്നുണ്ട്, ഭാര്യയെ ഉപേക്ഷിക്കാൻ. അപ്പോൾ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വളരെ തകർന്ന അവസ്ഥയിലായി. അത് ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ പതുക്കെ വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പെട്ടെന്ന് ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന ആ അഗ്നിയെ തണുപ്പിക്കാനായി ഒരു ജലം കോരി ഒഴിച്ച പോലെ എന്ന് മാസ്റ്റർ മഹാശയൻ തന്നെ എഴുതുന്നത്. തൻ്റെ ഉള്ളിൽ ആളിക്കത്തിയ ആ അഗ്നി എന്ന് പറഞ്ഞാൽ ആ മനോവ്യഥയുടെ അഗ്നിയാണ്. ആ അഗ്നി തണുപ്പിക്കുന്ന തരത്തിൽ ഭഗവാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈശ്വര സാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശ്രമിക്കുമ്പോൾ അവൻ്റെ ഭാര്യയും ആ വഴിക്ക് തന്നെ വരും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. യഥാർത്ഥത്തിൽ പുരുഷൻ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ഭാര്യ അതേ വഴിക്ക് തന്നെ വരും എന്ന് ഭഗവാൻ ഈ ഭാഗത്ത് പറഞ്ഞ് ഇയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മാസ്റ്റർ മഹാശയൻ. അത്രയും പ്രധാനപ്പെട്ട ഒരധ്യായമാണത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രാധാന്യം ഈ അധ്യായത്തിനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല തൻ്റെ ആ വചനാമൃത രചനയെ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരുക്കുന്നതിന് വേണ്ടി താൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, വേണ്ട വിധം മനസ്സിലാക്കുന്നുണ്ടോ, അതിനുള്ള ശക്തിയുണ്ടോ എന്നൊക്കെ ഭഗവാൻ പരീക്ഷിക്കുന്നുണ്ട് ഇതിനിടയിൽ. അതായത് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈഗോ പിന്നെയും പോയിട്ടില്ല. ഒരു ഈഗോ എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് മാസ്റ്ററുടെ ഉള്ളിൽ. അപ്പോൾ അത് പൂർണ്ണമായി തകർക്കുക എന്നതായിരുന്നു ഭഗവാന്റെ ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ ഈഗോ എന്നത് അപ്പോൾ ഭഗവാൻ അതിനെക്കുറിച്ച് മാസ്റ്ററോട് അതിനെക്കുറിച്ച് വിവരിക്കുന്നുമുണ്ട്. എങ്ങനെയാണത്? ഈ ഈഗോ എന്ന് പറയുന്നത് വലിയൊരു മതിലാണ്. അപ്പോൾ അതുള്ള ഒരാൾക്ക് ഈശ്വരനെ കാണാൻ കഴിയില്ല. ഈ ഈഗോ എന്ന് പറയുന്നത് മനസ്സിൻ്റെ മുന്നിലെ ഒരു വലിയ മതിലാണ്. അപ്പോൾ ഈശ്വരനും നമുക്കും ഇടയിൽ ഈ മതിലുള്ളത് കൊണ്ട് നമുക്ക് ഈശ്വരനെ ദർശിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല. അപ്പോൾ ആ ഈഗോ, ആ മതിൽ തകർക്കാൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ആ മഹേന്ദ്രനാഥ ഗുപ്തനെ തൻ്റെ സ്വന്തമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു ഭഗവാൻ ആദ്യം ശ്രമിച്ചത്. അതായത് മാസ്റ്റർ മഹാശയനിൽ മഹേന്ദ്രനാഥ ഗുപ്തയിൽ ഒരു
ആ ഹൃദയത്തിലേക്ക് ഒരു തോന്നലുണ്ടാകണം. എന്താണ്? ഭഗവാൻ തൻ്റെ സ്വന്തമാണ് എന്നൊരു തോന്നൽ ആദ്യം ഉണ്ടായാൽ തന്നെ ഈ ഈഗോ തകർക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ തകരാൻ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഭഗവാൻ ആദ്യമായി ശ്രമിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു ഭക്തനോട് ചോദിച്ചു എന്ന് ഈ നേരത്തെ പറഞ്ഞ ഈ അധ്യായത്തിൽ 4-ാം ഭാഗത്തിലെ ഈ 3-ാം അധ്യായത്തിൽ, അധ്യായം 3-ൽ 4-ാം ഭാഗത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരു ഭക്തനോട് ചോദിക്കുന്നുണ്ട് ഭഗവാൻ, നീ സ്വപ്നം കാണാറുണ്ടോ എന്ന്. അത് തന്നെയാണ് ആ ഭക്തൻ മാർഷമഹാസ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിൽ നമ്മുടെ വചനാമൃതത്തിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിലിങ്ങിലേക്ക് വന്നിട്ടില്ല ആ ഭാഗം. പിന്നീട് അത് ആ ഭാഗങ്ങൾ ചിന്ത ചെയ്യുകയോ അല്ലെങ്കിൽ അത് പിന്നീട് ചേർക്കപ്പെട്ട സന്ദർഭങ്ങളിലേക്ക് അതിൻ്റെ ഒരു എലാബറേറ്റഡ് ഫോം വേറെ പല എഡിഷൻസിലും വചനാമൃതത്തിലല്ല അല്ലാതെ തന്നെ ഈശ്വരൻ എങ്ങനെ ഹൗ ടു സീ ദ ഗോഡ് എന്നുള്ളൊക്കെ പറഞ്ഞുള്ള അത്തരം പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ വീണ്ടും ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത്. വചനാമൃതത്തിൽ ആ ഭക്തനോട് ചോദിച്ചു നീ സ്വപ്നം കാണാറുണ്ടോ എന്നുള്ള ആ ഭാഗം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിവിടെ വേണമെങ്കിൽ ആ ഭാഗത്ത് നമുക്കത് വേണമെങ്കിൽ ഒന്ന് കാണാൻ പറ്റും അതെങ്ങനെയാണ് ഭഗവാൻ ചോദിച്ചതെന്ന്. അത് വന്നിട്ട് അത് തന്നെ ഭക്തൻ ഭഗവാൻ ഭക്തനോട് ചോദിക്കുകയാണ്. ഗുരുദേവൻ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാസ്റ്റർ മഹാശയൻ, നീ സ്വപ്നമോ മറ്റോ കാണാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭക്തൻ പറയുന്നു, ഞാനൊരു ആശ്ചര്യകരമായ സ്വപ്നം കണ്ടു. ഈ ലോകം മുഴുവൻ വെള്ളത്തിൽ കണ്ണെത്താത്ത ജലപ്പരപ്പ്. ഈ ലോകം മുഴുവൻ വെള്ളത്തിലാണ്, കണ്ണെത്താത്ത ജലപ്പരപ്പ്. കുറച്ച് വഞ്ചികൾ കാണാമായിരുന്നു. ഇതാണ് സ്വപ്നം. മാസ്റ്റർ മഹാശയൻ കണ്ട സ്വപ്നമാണ്. പെട്ടെന്നുയർന്ന ഒരു തിരയിൽ അവയൊക്കെ താണുപോയി. ഞാനും വേറെ ചില ആളുകളും ഒരു കപ്പലിൽ കയറാൻ പോവുകയായിരുന്നു. അപ്പോഴുണ്ട് ആ കര കാണാത്ത കടലിന് മീതെ ഒരു ബ്രാഹ്മണൻ നടന്നു പോകുന്നു. അപ്പോൾ ഈ ഭക്തൻ ചോദിക്കുകയാണ്, അങ്ങ് എങ്ങനെയാണ് നടന്നു പോകുന്നത് എന്നീ ഭക്തൻ ചോദിച്ചു. അപ്പോൾ പതുക്കെ ചിരിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ പറഞ്ഞു, അതിനൊരു വിഷമവുമില്ല, വെള്ളത്തിനടിയിൽ ശരിയായിട്ടൊരു പാലമുണ്ട്. അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്ന് ഈ ഭക്തൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ഭവാനിപുരത്തേക്കാണ് പോകുന്നത് എന്ന് ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ ഭക്തൻ പറഞ്ഞു, അല്പം നിൽക്കൂ, ഇതൊക്കെ മാസ്റ്റർ മഹാശയൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളാണ്, അല്പം നിൽക്കൂ, ഞാനും അങ്ങയോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു വന്നപ്പോഴേക്കും ശ്രീരാമകൃഷ്ണദേവൻ പെട്ടെന്ന് ഇത് ഇടയിൽ കയറി പറഞ്ഞു, ഈ കഥ കേട്ടിട്ട് എനിക്ക് രോമാഞ്ചമുണ്ടാകും. ഇവിടെ ഈ ബ്രാഹ്മണൻ എന്ന് സൂചിപ്പിച്ച് ഭഗവാൻ മാസ്റ്റർ മഹാശയൻ സ്വപ്നത്തിൽ കാണുന്ന ഇത് ഭഗവാനെക്കുറിച്ചാണ്. പെട്ടെന്ന് ഭഗവാൻ ആ കഥ കേട്ടിട്ട് ഭഗവാൻ പറയുന്നു, എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. അപ്പോൾ ഈ ഭക്തൻ വീണ്ടും തുടരുകയാണ് ആ കഥ. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കിപ്പോൾ കുറച്ച് ധൃതിയുണ്ട്, നിനക്ക് പുറത്തു വരാൻ നേരം പിടിക്കും, ഞാൻ നടക്കട്ടെ, ഈ വഴി നീ നോക്കി വെച്ചോളൂ, എന്നിട്ട് പിന്നാലെ വാ. ഇതാണ് ആ ബ്രാഹ്മണൻ പറഞ്ഞത്. ഇത് പറഞ്ഞതോടുകൂടി ശ്രീരാമകൃഷ്ണദേവൻ പെട്ടെന്ന് വീണ്ടും പറയുകയാണ്, എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറയുകയാണ്, എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. എന്നിട്ടാണ് പറഞ്ഞത്, നീ വേഗം മന്ത്രോപദേശം സ്വീകരിക്കണം. മാസ്റ്റർ മഹാശയനോട് അപ്പോഴാണ് പറയുന്നത്, നീ വേഗം മന്ത്രോപദേശം സ്വീകരിക്കണം എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒരു എലോബറേറ്റ്, അതിൻ്റെ കുറച്ചുകൂടെ മറ്റ് വെർഷൻസൂടെ ഇതിനോട് ആഡ് ചെയ്യപ്പെട്ടത് ചിലയിടത്ത് വന്നത് ഇങ്ങനെയാണ്. ഭഗവാൻ ചോദിക്കുന്നതാണ് ഇതേ ചോദ്യം തന്നെ ഭഗവാൻ ചോദിച്ചിട്ടുണ്ട്, നീ എന്നെ സ്വപ്നം കാണാറുണ്ടോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ പിന്നീട് വന്നിട്ടുള്ള ചില കുറിപ്പുകളിൽ നിന്നാണ് ഇത് കാണുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ മാസ്റ്റർ മഹാശയനോട് ചോദിക്കുന്നത്, നീ എന്നെ സ്വപ്നം കാണാറുണ്ടോ എന്നാണ് ചോദിച്ചത്. നിരവധി തവണ എന്നായിരുന്നു മാസ്റ്ററുടെ മറുപടി. എങ്ങനെയാണ് സ്വപ്നത്തിൽ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. ഭഗവാൻ അത് അത് മാസ്റ്റർ മഹാശയനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നീ സ്വപ്നത്തിൽ എന്നെ കാണുന്നത്? അതായത് നിനക്ക് ഞാൻ നിർദ്ദേശം തരുന്നതായിട്ടാണോ കാണുന്നത്? നോക്കൂ, ഭഗവാൻ എത്ര കൃത്യമായിട്ടാണ് മാസ്റ്റർ മഹാശയനെ ഒരുക്കുന്നതിൻ്റെ ഒരു ഭാഗം. അല്ല, എങ്ങനെയാണ് നീ എന്നെ സ്വപ്നത്തിൽ കാണുന്നത്? നിനക്ക് ഉപദേശം തരുന്നതായിട്ടാണോ കാണുന്നത്
പെട്ടെന്ന് മാസ്റ്റർ നിശബ്ദനായി. കാര്യം മാസ്റ്റർ സ്വപ്നത്തിൽ കാണുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നത്തിൽ അനുഭവിക്കുന്നത് മുഴുവനും ഭഗവാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇതെല്ലാം ഈ സ്വപ്നത്തിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ, ഏതോ എന്ന് പറഞ്ഞില്ലേ, നിൻ്റെ സ്വപ്നത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് ഒരു തമാശ ഒരു ഇതിൽ പറയുന്ന പോലെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ ഈ സ്വപ്നത്തിൽ ഭഗവാൻ എങ്ങനെ, ഈ എൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുന്ന പോലെ. അപ്പോൾ മാസ്റ്റർ നിശബ്ദനായിപ്പോയി. അങ്ങനെ നിർദ്ദേശം തരുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ഭഗവാൻ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്, ഭഗവാൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ നിർദ്ദേശം തരുന്നതായിട്ട് സ്വപ്നത്തിൽ നീ കാണുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലായിക്കോ, സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ തന്നെയാണ് ആ നിർദ്ദേശം നൽകുന്നത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ പറഞ്ഞതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഭഗവാൻ അത് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഒരു നിർദ്ദേശം തരുന്നതായിട്ട് നീ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, അത് സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ തന്നെയാണ് ആ നിർദ്ദേശം തരുന്നത് എന്ന്. എന്നിട്ട് ആ സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ തന്നെയാണ് താനെന്ന് മാസ്റ്റർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഭഗവാൻ. 2 ഉദാഹരണങ്ങളാണ് അതിന് ഭഗവാൻ പറയുന്നത്. 2 ഉദാഹരണങ്ങളാണ്. എന്താണത്? ഒന്ന്, ക്ഷുതിരാമന് ദർശനമുണ്ടായപ്പോൾ ഭഗവാൻ തൻ്റെ വീട്ടിൽ അവതരിക്കുമെന്ന് ക്ഷുതിരാമനോട്, ശ്രീരാമകൃഷ്ണദേവൻ്റെ അച്ഛനോട് ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ കാര്യം അത് ഉദാഹരണം ഭഗവാൻ ഇവിടെ മാസ്റ്ററെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 2 ഉദാഹരണങ്ങൾ. ഒന്നതാണ്. എന്താണ്? ക്ഷുതിരാമന് സ്വപ്നം ദർശനം ഉണ്ടായപ്പോൾ ഭഗവാൻ തൻ്റെ വീട്ടിൽ അവതരിക്കുമെന്ന്. അപ്പോൾ ക്ഷുതിരാമൻ പറഞ്ഞത്, അപ്പോൾ ആ സന്ദർഭത്തിൽ ക്ഷുതിരാമൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങയെ പരിപാലിക്കാനുള്ള ത്രാണി തനിക്കില്ല. ഒരു ഭഗവാൻ തൻ്റെ വീട്ടിൽ ജനിക്കുകയാണെങ്കിൽ ആ ഭഗവാനെ പരിപാലിക്കാനുള്ള ത്രാണി ഇല്ലാത്തതാണ് എൻ്റെ കുടുംബം എന്ന് ഭഗവാനോട് ക്ഷുതിരാമൻ പറയുന്നുണ്ട്. അതിന് ഭഗവാൻ ഈശ്വരൻ നൽകിയ മറുപടി, ആ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. അവിടെയാണ് ഭഗവാൻ ഉറപ്പ് കൊടുക്കുന്നത് ക്ഷുതിരാമന്. കാര്യം ഞാൻ ക്ഷുതിരാമൻ്റെ വീട്ടിൽ ജനിച്ചാൽ അവിടെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അത് ക്ഷുതിരാമന് അതിനകത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതാണ് ക്ഷുതിരാമന് അന്ന് കൊടുത്ത വാക്ക്. ഇത് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. സ്വന്തം ജനനത്തെക്കുറിച്ചാണ് ഈ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിൽ പരം ഒരു അവതാര രഹസ്യം വെളിപ്പെടുത്താൻ മറ്റൊരു രീതിയിലും അതായത് നമുക്ക് ഇതിനപ്പുറത്തേക്കൊരു തെളിവ് ആവശ്യമില്ല. ഭഗവാൻ തന്നെയാണ് തൻ്റെ ജന്മരഹസ്യമാണ് ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് മാസ്റ്റർ മഹാശയൻ. 2ാമത്തെ ഉദാഹരണം മധുർനാഥ് വിശ്വാസിനുണ്ടായ അനുഭവത്തെക്കുറിച്ച് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് ശൂലം പിടിച്ചുകൊണ്ട് സാക്ഷാൽ പരമേശ്വരനാണ് നടക്കുന്നതെന്ന് മധുർനാഥ് വിശ്വാസ് കണ്ടതാണ്. കയ്യിൽ ശൂലമൊക്കെ പിടിച്ച് മഹേശ്വരൻ്റെ രൂപം ഭഗവാൻ ആ വരാന്തയിൽ ഉലാത്തിയപ്പോൾ മധുർനാഥ് വിശ്വാസ് കാണുന്നത് ഭഗവാൻ ശിവനെയാണ്, കയ്യിൽ ശൂലമൊക്കെ പിടിച്ചിട്ട്. ഈ 2 ഉദാഹരണങ്ങൾ മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ അനുഭവങ്ങളെ. ഈ 2 കാര്യങ്ങളും ഭഗവാൻ തന്നെയാണ് മാസ്റ്ററോട് നേരിട്ട് പറഞ്ഞത്. എന്നാൽ ഈ അവതാര രഹസ്യം ഒരിക്കൽ പോലും ഇത്രയും കൃത്യമായി തൻ്റെ അവതാര രഹസ്യം മാസ്റ്റർ മഹാശയനോട് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അവതാര രഹസ്യത്തെ ഒരിക്കൽ പോലും കമാർപുക്കൂറിലുള്ള തൻ്റെ കുടുംബക്കാരോടോ തൻ്റെ ആ കമാർപുക്കൂറിലെ മറ്റ് ആളുകളോട്, ആ ഗ്രാമവാസികളായ അല്ലെങ്കിൽ അടുത്തുള്ള ആ ബന്ധുജനങ്ങളോടോ ഒരാളോട് പോലും ഈ സത്യം വെളിപ്പെടുത്തിയിട്ടുമില്ല. അതാണ് അതിനകത്തെ മറ്റൊരു ഒരു രസകരമായ ഭാഗം. കമാർപുക്കൂറിൽ ആരോടും ഭഗവാൻ ഈ അവതാര രഹസ്യം വെളിപ്പെടുത്തിയിട്ടേയില്ല. അതുകൊണ്ട് അവർക്കാർക്കും അത് അറിയുകയുമില്ല. അവർക്ക് അവരുടെ ഗദായി മാത്രമാണിത്. അല്ലാതെ അവർക്ക് ശ്രീരാമകൃഷ്ണദേവനും ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നും അവരുടെ മുമ്പിൽ ആ ഒന്നും കമാർപുക്കുകാർക്കില്ല. അവർക്ക് എന്നും ഞങ്ങളുടെ സ്വന്തം ഗദായി, ഇതായിരുന്നു അവരുടെ ഭാവം. അപ്പോൾ
ആ ഗദായി കൽക്കട്ടയിലെ ദക്ഷിണേശ്വരത്തെ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നു. ഇതാണ് കമാർപുക്കൂറിലെ ആളുകളുടെയും കുടുംബത്തിലുള്ളവരുടെയും ധാരണ, സ്വന്തം അമ്മയുടെ പോലും എല്ലാവരുടെയും, കമാർപുക്കൂറിലെ മുഴുവൻ പേരുടെയും ധാരണ അതാണ്, സ്വന്തക്കാരുടെയൊക്കെ അതാണ്. ഗദായി കൽക്കത്തയിലെ ദക്ഷിണേശ്വരത്ത് ഒരു പൂജാരിയുടെ ജോലി ചെയ്യുന്നു. അപ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ, ഇവരുടെ ഈ മനസ്സിൽ ഇത് മാത്രമാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, ഈ കമാർപുക്കൂറിലുള്ളവർ, ഈ രാമേശ്വരൻ്റെ മകൻ, രണ്ടാമത്തെ ചേട്ടൻ്റെ മകൻ, പിന്നീട് അക്ഷയൻ മരിച്ചതിന് ശേഷം രണ്ടാമത്തെ ചേട്ടൻ്റെ മകനാണ് ഭഗവാനെ സഹായിക്കാനായിട്ട് അവിടെ കമാർപുക്കൂറിൽ ദക്ഷിണേശ്വരത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൃദയൻ പോയതിന് ശേഷമൊക്കെ പിന്നെ വരുന്നത് രാമലാലാണ്. അപ്പോൾ ഈ രാമലാൽ പിന്നീട് കമാർപുക്കൂറിൽ ദീർഘകാലം, അതായത് പിന്നീട് മുഴുവനും രാമലാലായിരുന്നു ഭഗവാനോടൊപ്പം. ദക്ഷിണേശ്വര കാലം മുഴുവനും അത് കഴിഞ്ഞും ഒക്കെ രാമലാൽ തന്നെയായിരുന്നു അവിടെ ദക്ഷിണേശ്വരത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ രാമലാലിനോട് ഈ കമാർപുക്കൂറിലുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ രാമലാലിനോട് പറയും, ഞങ്ങൾ കേട്ടു നിൻ്റെ അമ്മാവൻ അവിടെ വളരെ പ്രശസ്തനാണെന്ന്. ഇവർ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ പറയും, ഞങ്ങൾ കേൾക്കുന്നുണ്ട് നിൻ്റെ അമ്മാവൻ അവിടെ വളരെ പ്രശസ്തനാണെന്ന്. നിൻ്റെ സമയം കൊള്ളാം, നിനക്ക് സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടല്ലേ അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്ന് ആളുകൾ ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ നല്ല വരുമാനമാണ്, കൽക്കട്ടയിലെ ധനികരായ ആളുകളെല്ലാം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നല്ല ധനമുള്ളതാണ്, അപ്പം നിനക്കൊരു നല്ല കാലമാണ് എന്ന് കമാർപുക്കൂറിലുള്ള ബന്ധുജനങ്ങൾ എപ്പോഴും രാമലാലിനോട് പറയും. അപ്പോൾ രാമലാൽ പെട്ടെന്ന് അതിന് മറുപടി പറയുന്നത്, അയ്യോ അങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ സ്ഥിതി മുൻപ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എപ്പോഴും, ഒരു മാറ്റവും വന്നിട്ടില്ല. രാമലാലിനത് ബോധ്യപ്പെടുന്നുണ്ട്, അത് അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന ആ അവസ്ഥയ്ക്കോ ഒന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പക്ഷേ ആളുകൾക്കത് വിശ്വാസം വരുന്നില്ല. കാര്യം നോക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും പ്രമുഖരായ ധനാഢ്യന്മാരും വലിയ വലിയ ഗവർണർമാരും ബ്രിട്ടീഷ് കമ്പനിയുടെ ഏറ്റവും ഉന്നതന്മാരുൾപ്പെടെയുള്ളവരൊക്കെ നിരന്തരം വന്ന് ഭഗവാനെ കാണുകയും ഭഗവാന്റെ ആ കാരുണ്യത്തിന് വേണ്ടി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട്. കാര്യം ഇത്രയും ധനികരൊക്കെ വരുന്നിടത്ത് ഇവർക്ക് ആവശ്യത്തിനുള്ള ധനമൊക്കെ കിട്ടുന്നുണ്ടാകും എന്ന് ആണ് ധനികർ ഈ ഗ്രാമവാസികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ രാമലാൽ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളൊക്കെ പഴയ കണ്ടീഷനിലാണ്. അപ്പോൾ ഗ്രാമവാസികൾ തന്നെ അപ്പോൾ അതെന്താ, ഗ്രാമവാസികൾ ചോദിച്ചു അതെന്താ, കൽക്കത്തയിലെ ധനികർ അവിടെ വരുന്നുണ്ടെന്നാണല്ലോ കേട്ടത്, അവരുടെ അടുത്ത് നിന്ന് ആവശ്യത്തിന് പണം നിനക്ക് വാങ്ങിക്കാമായിരുന്നില്ലേ? അത് അവരോട് ആവശ്യമുള്ള പണം വാങ്ങിത്തരാൻ നീ നിൻ്റെ അമ്മാവനോട് പറ എന്ന് ആളുകൾ എപ്പോഴും നിർബന്ധിക്കും. പിന്നെ മറ്റു ചില ഗ്രാമവാസികൾ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, കൽക്കത്തക്കാർ തനി മണ്ടന്മാരാണ്. ഇനി വേറൊരു വിഭാഗം ഗ്രാമവാസികളുണ്ട്. ഒരു നാട്ടിൽ ഇതൊരു നാട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങളാണ്. അപ്പോൾ ഇത് ഒരു വിഭാഗം പറയുന്നു ഇങ്ങനെയാണ്, ധനികരുടെയൊക്കെ അവിടെ ഇഷ്ടം പോലെ സമ്പത്ത് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയും. ഇനി മറ്റ് ഗ്രാമവാസികൾ പറഞ്ഞു, ഇത് വേറൊരു ഗ്രൂപ്പ് പറഞ്ഞത് എന്താണ്, കൽക്കത്തക്കാർ തനി മണ്ടന്മാരാണ്. ഗദായിയെ ഞങ്ങൾക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. അപ്പോൾ ആ ഗദായിയെ കണ്ട ആവശ്യമില്ലാത്ത ആവേശം കാണിക്കുന്നത് ഈ കൽക്കട്ടക്കാർ മണ്ടന്മാരായതുകൊണ്ടാണ്. അങ്ങനെയാണ് ഒരു വിഭാഗം പറഞ്ഞത്. ഗദായി അവർ ഭഗവാനോടുള്ള ഇഷ്ടക്കുറവൊന്നും അല്ല ഇതിനകത്ത് പറയുക, അതാണ് അവർ ഞങ്ങളുടെ ഗദായി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഗദായിയെ ഞങ്ങൾക്കറിയാം, ഈ ഗദായി വലിയ എന്തോ സംഭവമാണെന്ന് കേട്ട് ഈ കൽക്കട്ടക്കാർ മണ്ടന്മാർ അവിടെ വന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നാണ് ഒരു വിഭാഗക്കാർ ചോദിക്കുന്നത്. ഇതായിരുന്നു നോക്കൂ, അവതാര രഹസ്യത്തെക്കുറിച്ച് ഒരു ധാരണ പോലും ഇല്ലാത്ത ഒരു ഗ്രാമീണ ലോകമാണ് ഭഗവാൻ ജനനത്തിനായി തിരഞ്ഞെടുത്തത്. അവരെ അത് ഒരിക്കലും ബോധ്യപ്പെടുത്തിയിട്ടേയില്ല, അമ്മയെപ്പോലും എന്നാണ് പറഞ്ഞത്. കാരണം അതിനും വരുന്നുണ്ട് അതിൻ്റെ ഭാഗങ്ങൾ. ഈ ഭഗവാന്റെ ഈ സമാധി അവസ്ഥ ഉണ്ടല്ലോ, അമ്മയും ദക്ഷിണേശ്വരത്തൊക്കെ വന്ന് നിൽക്കും, നമുക്കറിയാം. അപ്പോൾ സമാധി അവസ്ഥ കാണുമ്പോൾ ഈ ചന്ദ്രാദേവി പറയും, കെഷ്ടോ എന്താണ് ഇങ്ങനെ വടി പോലെ നിൽക്കുന്നത്? കെഷ്ടോ എന്നാണ് വിളിക്കുക. അമ്മ ഭഗവാനെ വിളിക്കുന്നത് കെഷ്ടോ എന്നാണ്.
കെഷ്ടോ എന്ന് പറഞ്ഞാൽ കണ്ണ. നമ്മൾ സാധാരണ ആൺകുട്ടികളെ അമ്മമാർ കണ്ണ എന്ന് വിളിക്കുമല്ലോ, അതുപോലെ കണ്ണ എന്ന് വിളിക്കുന്നതിന് തുല്യം. അപ്പോൾ കെഷ്ടോ എന്നാണ് അമ്മ വിളിക്കുക. അപ്പോൾ കെഷ്ടോ, നീ എന്താണ് ഇങ്ങനെ വടി പോലെയൊക്കെ ആവുന്നത് ഇടയ്ക്ക്? അപ്പോൾ നിനക്ക് വല്ലതും പറ്റിയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? ഇങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങി, വടി പോലെ ഇങ്ങനെ നിൽക്കുക, സ്വബോധം നഷ്ടപ്പെട്ട പോലെ നിന്ന്, അങ്ങനെ നിനക്ക് വല്ലതും പറ്റിപ്പോയാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പരാതി പറയും ചന്ദ്രാദേവി ഭഗവാനോട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അമ്മയോട് പറയും, രാമലാലിനോട് പറയൂ, അവൻ അമ്മയെ നോക്കിക്കോളും. അതാണ് ഭഗവാൻ അമ്മയോട് പറഞ്ഞത്. എന്നെക്കുറിച്ച് അമ്മ ഒരിക്കലും വേവലാതിപ്പെടണ്ട, അമ്മയെ രാമലാൽ നോക്കിക്കോളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് അമ്മ എന്നത് കാളിമാതാവ് മാത്രമാണ്. ലൗകിക തലത്തിലുള്ള അമ്മ ബന്ധമൊന്നും ശ്രീരാമകൃഷ്ണദേവന് ഉണ്ടായിട്ടേയില്ല. അങ്ങനെ ഒരു ഭാവപ്രകടനം ശ്രീരാമകൃഷ്ണദേവനില്ല. എന്നിട്ട് പിന്നീട് ചന്ദ്രാദേവി മരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു വാചകം അല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്തെന്ന് വെച്ചാൽ, അവരുടെ ഭാഗ്യം ചെയ്ത വയറാണ് അവരുടെ. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഇതും നോക്കൂ, ഇത് മാസ്റ്റർ മഹാശയൻ മാത്രമാണ് ഇതെല്ലാം കേൾക്കുന്നത്, ഇതെല്ലാം അറിയുന്ന ഏക വ്യക്തി മാസ്റ്റർ മഹാശയൻ മാത്രമാണ്. അപ്പോൾ അമ്മ മരിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് അവരുടെ വയറ് ഭാഗ്യം ചെയ്ത വയറാണ്. എന്തുകൊണ്ടാണ് അവരുടെ അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചതെന്ന് പറയുന്നത്, ആ വയറ്റിൽ നാരായണനെ അല്ലേ അവർ വഹിച്ചത്. ഇതിൽ പരം ഒരു വെളിപ്പെടുത്തൽ വേറെ എന്താ വേണ്ടത്? അതാണ് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അവതാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മാതൃത്വം എന്നാണ് ചന്ദ്രാദേവിയുടെ ആ അമ്മ എന്നുള്ള ആ ഭാവത്തെ ശ്രീരാമകൃഷ്ണദേവൻ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ആ രീതിയിലാണ്. വചനാമൃതം വായിക്കുക എന്നതല്ല പ്രധാനം, അതിൽ ആണ്ടിറങ്ങണം. അതാണ് പ്രധാനമായിട്ടും. ഇത് മാസ്റ്റർ മഹാശയൻ ഇത്തരം വിവരങ്ങളെല്ലാം ബോധ്യപ്പെട്ട ശേഷം മാസ്റ്റർ മഹാശയൻ പിന്നീട് തൻ്റെ ഈ രചനാകാലമൊക്കെ കഴിയുന്ന സന്ദർഭത്തിൽ ഈ വചനാമൃതത്തെക്കുറിച്ച്, ഈ രചനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. വചനാമൃതം വായിക്കുക എന്നതല്ല പ്രധാനം, അതിൽ ആണ്ടിറങ്ങണം. അപ്പം അങ്ങനെ വചനാമൃതത്തെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ അത് പിന്നീട് പറയാനുള്ളൊരു കാരണം, ഈശ്വരൻ്റെ വാക്കുകൾ അമൃതവാണിയാണ്. അതാണ് വചനാമൃതം അല്ലെങ്കിൽ കഥാമൃതം എന്ന് ആ വാക്ക് ഉപയോഗിക്കാൻ തന്നെ കാരണം, ആ ഈശ്വരവാണി എന്ന് പറയുന്നത് ആ തേൻ പോലെയാണ്, നെക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന പോലെയാണ്. അത് ഭഗവാൻ ഉപയോഗിച്ച വാക്ക് തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ആ അമൃതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അത് വിവേകാനന്ദ സ്വാമിയോട് സംസാരിക്കുമ്പോഴാണ് ഭഗവാൻ ആ വാക്ക് ഉപയോഗിച്ചത്. അതായത് ഭഗവാൻ പറയുന്ന ആ വാക്കുകളെ അമൃതം എന്നുള്ള ആ ഒരു പ്രയോഗത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത് നരേന്ദ്രനോടാണ്, വിവേകാനന്ദ സ്വാമിയോടാണ് അത് ബോധ്യപ്പെടുത്തുന്നതെന്ന് പറയും. കാരണം നരേന്ദ്രനോട് ഒരിക്കൽ ഭഗവാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഈശ്വരൻ്റെ കടാക്ഷത്തെക്കുറിച്ചാണ് നരേന്ദ്രനോട് പറയുന്നത്. പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ അമൃതം ഒരു ഗ്ലാസ്സിൽ നിറച്ച് വച്ചിരിക്കുന്നു എന്ന് കരുതുക. നരേന്ദ്രനോട് ഭഗവാൻ പറഞ്ഞതായിട്ടാണ്. ഈ അമൃതം ഒരു ഗ്ലാസ്സിൽ നിറച്ച് വച്ചിരിക്കുന്നതായിട്ട് നീ കരുതുക. നീ ഒരു ശലഭമോ അല്ലെങ്കിൽ ഒരു തുമ്പി അങ്ങനെയുള്ള ഒരു ജീവിയായിട്ട്, ഒരു പറവയായിട്ട്, കൊച്ചു പറവ, ഒരു ഈച്ചയുടെയൊക്കെ പോലുള്ള ആ ചെറിയൊരു പറവയാണെന്ന് നീ ധരിക്കുക. അപ്പം അങ്ങനെ ഈച്ചയെ പോലെ അല്ലെങ്കിൽ തുമ്പിയെ പോലെയോ അല്ലെങ്കിൽ ശലഭത്തെ പോലെയുള്ള ഒരു ചെറിയ ജീവിയാണ് നീ എന്ന് ധരിക്കുക. എന്നിട്ട് നീ വിഭാവനം ചെയ്യുക. നീ ഈ അമൃത് നിറച്ച ആ പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗ്ലാസിൻ്റെ വക്കത്ത് വന്നിരിക്കുകയാണ് എന്ന് നീ ധരിക്കുക. അതായത് ആ അമൃത് നീ എങ്ങനെ പാനം ചെയ്യും? ഇതാണ് ഭഗവാൻ ചോദിച്ചത്. വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ച ചോദ്യമാണ്.
നീ എങ്ങനെയായിരിക്കും ആ അമൃത്, ആ ഗ്ലാസ്സിലുള്ള ആ തേൻ എങ്ങനെ നീ പാനം ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, ഞാൻ ആ ഗ്ലാസിൻ്റെ വക്കത്ത് വന്നിരുന്ന് കഴുത്ത് നീട്ടി ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും, ആ തേൻ ഇങ്ങനെ ഊറ്റിയെടുക്കും. തൻ്റെ ആ ജീവിയാണ്, അപ്പോൾ ജീവിയാണെന്നുള്ളൊരു സങ്കല്പത്തിലാണ് പറയുന്നത്. ഒരു ഈച്ചയോ പറവയോ ചെറിയ ഈച്ച പോലെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ധാരണയോടെ അപ്പോൾ ആ ഗ്ലാസിൻ്റെ വക്കത്ത് ഇങ്ങനെ പറന്ന് വന്നിരുന്നിട്ട് അങ്ങനെ ആ കൊമ്പ് താഴേക്ക് നീട്ടി ഈ സ്ട്രോ വെച്ച് കുടിക്കുന്ന പോലെ ഇങ്ങനെ കഴുത്തങ്ങോട്ട് നീട്ടി ആ തേൻ കുടിക്കും, ആ അമൃതം പാനം ചെയ്യും എന്ന് നരേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഉടൻ ചോദിച്ചു, അതെന്താ അങ്ങനെ കുടിക്കുന്നത്? ഇങ്ങനെ വക്കത്ത് വന്നിരുന്ന് കഴുത്ത് നീട്ടി എന്താ അങ്ങനെ കുടിക്കുന്നത്? എന്തുകൊണ്ടും നീ അതിനുള്ളിലേക്ക് എടുത്ത് ചാടുന്നില്ല? അതാ ഭഗവാൻ ചോദിച്ചു. നീ ആ അമൃതിലേക്ക് എടുത്ത് ചാടണ്ടേ, അതിൻ്റെ നടുക്കോട്ടെടുത്ത് ചാടണ്ടേ? എന്തുകൊണ്ടും നീ അതിൽ ചാടുന്നില്ല? നീ അതിനകത്ത് മുങ്ങണം. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെ? അതിൽ മുങ്ങിയാൽ ഞാൻ ചത്തുപോവില്ലേ? അതിൽ മുങ്ങിച്ചത്തുപോവില്ലേ എന്ന് നരേന്ദ്രൻ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ്, അത് സച്ചിദാനന്ദ സാഗരമാണ്. ആ സച്ചിദാനന്ദ സാഗരത്തിൽ മുങ്ങിയാൽ നീ മരിക്കുകയല്ല, നീ അനശ്വരതയാണ് കൈവരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ തൻ്റെ അന്തരംഗ ശിഷ്യന്മാരെ ആ സത്യത്തിലേക്ക് ബോധ്യപ്പെടുത്തുന്നത്. അപ്പം ഇത് ഭഗവാൻ ഇവിടെ നൽകുന്ന ഉപദേശം, ഈ ശരീരമാണ് നശ്വരം. ഭഗവാൻ പറഞ്ഞത്, ഇപ്പം നരേന്ദ്രൻ പറഞ്ഞ ആ വാക്കിനെ എടുത്തിട്ടാണ് ഭഗവാൻ പിന്നീട് അതിനെ വിശദീകരിച്ചു കൊടുക്കുന്നത്. നരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? ഞാൻ അതിനകത്ത് വീണാൽ ചത്തുപോവില്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താണ്? അനശ്വരതയാണ് അതിൽ വീണാൽ സംഭവിക്കുന്നത്. എന്നിട്ടാണ് ഭഗവാൻ അതിനെ ഒന്ന് വിവരിച്ചു കൊടുക്കുന്നത്. എന്താണ് വിവരിച്ചു കൊടുത്തത്? നീ പറഞ്ഞല്ലോ അതിനകത്ത് വീണാൽ ചത്തുപോകും എന്ന് പറഞ്ഞത് നിൻ്റെ ശരീരത്തെ ഉദ്ദേശിച്ചാണ് നീ പറഞ്ഞത്. നിൻ്റെ ശരീരം അതിനകത്ത് വീണാൽ നീ ചത്തുപോകില്ലേ എന്നാണ് നീ ചോദിച്ചതിൻ്റെ അർത്ഥം. എന്നാൽ അവിടെ സംഭവിക്കുന്നത് അതല്ല, നിൻ്റെ ആത്മസ്വരൂപമാണ്. യഥാർത്ഥം നീ നിൻ്റെ ആത്മസ്വരൂപത്തെ അറിയുകയാണ് വേണ്ടത്. ആ ആത്മസ്വരൂപം ഒരിക്കലും ഈ തേനിലേക്ക് വീണാൽ നശിക്കുന്നില്ല. ഭഗവാൻ അത് പറഞ്ഞത് നീ അവിടെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, ആ ഗ്ലാസിൻ്റെ വക്കത്ത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നിൻ്റെ ശരീരം. കാര്യം ആത്മസ്വരൂപത്തിന് ഒരിക്കലും ഗ്ലാസിൻ്റെ വക്കിൽ ഒട്ടിപ്പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആത്മാവാണ് യഥാർത്ഥ രൂപം എന്ന് നീ മനസ്സിലാക്കണം. അതിൻ്റെ നശ്വരതയാണ് പ്രധാനം. ആത്മാവിൻ്റെ നശ്വരതയാണ് പ്രധാനം. ഈ ലോകം മുഴുവൻ അനുഷ്ഠിക്കുന്നത് എന്താണ്? അതായത് ഈ ലോകം മുഴുവനും അനുഷ്ഠിക്കുന്നത് ഒരു കാരണവശാലും നിലനിൽക്കാത്ത ഈ ശരീരത്തിൻ്റെ കാമനകൾക്ക് വേണ്ടിയാണ് അവസാനം വരെ ജീവിക്കുന്നത്. ഒരു കാരണവശാലും ഇത് നിലനിൽക്കാൻ പോകുന്നില്ല. അത് 100% സത്യമാണ്. ആ 100% സത്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നിട്ടും ആ ശരീരത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇതാണ് ഭഗവാൻ നരേന്ദ്രന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഈ വചനാമൃതം കേൾക്കുന്നത്, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ആ വചനാമൃതം കേൾക്കേണ്ടതെങ്ങനെ, ആ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് ഉൾക്കൊള്ളണം എന്നുള്ളത് നരേന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തു എന്ന് മാസ്റ്റർ മഹാശയനാണിത് പറയുന്നത്. അപ്പോൾ അത്യപൂർവമായിട്ട് ലഭിക്കുന്നതാണ് ഈ മനുഷ്യജന്മം. ഈ മനുഷ്യജന്മം കിട്ടിയത് വളരെ അത്യപൂർവമായി നമുക്ക് ലഭിച്ചതാണ്. എത്രയോ ജന്മാന്തരങ്ങളിൽ ഈ ആത്മസ്വരൂപത്തിന് ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിച്ച് അങ്ങനെ ഏറ്റവും പവിത്രമായൊരവസ്ഥയിൽ അത്യപൂർവമായി ഈശ്വരൻ നമുക്ക് തന്നതാണ് ഈ മനുഷ്യജന്മം. എന്നിട്ടോ അത് കിട്ടിയിട്ട് മൃഗത്തേക്കാൾ പരിതാപകരമായ അവസ്ഥയിൽ ജീവിച്ചു മരിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യാവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാനാണ്. വചനാമൃതം നമ്മെ നയിക്കുന്നത് ഈ അനശ്വരതയിലേക്കാണ്. വചനാമൃത പാരായണം നമ്മെ നയിക്കുന്നത് ഈ അനശ്വരതയിലേക്കാണ്. ഭഗവാന്റെ ഈ വാണികൾ നമ്മെ നയിക്കുന്നത് ഈ അനശ്വരതയിലേക്കാണ് എന്ന് പിന്നീട് ഇതിൻ്റെ ഈ രചനാ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആ സന്ദർഭങ്ങളിൽ മാസ്റ്റർ മഹാശയൻ മറ്റുള്ള അതിനുശേഷം വന്ന ആളുകളോടും, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിൽ കണ്ടിരുന്നു ആ ഭാഗങ്ങളൊക്കെ.
അപ്പം നമ്മെ നയിക്കുന്നത് ഈ അനശ്വരത കൈവരിക്കാനാണ് ഭജനാമൃത പാരായണം നമ്മെ നയിക്കുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ മാഷ്ടമഹാശയൻ നമ്മളോട് സൂചിപ്പിക്കുന്ന അതാണ്. അപ്പോൾ അതായിരുന്നു ഇവിടെ പറഞ്ഞു വന്ന ഭാഗം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു ഭാഗം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ വചനാമൃതത്തിൽ നമ്മൾ 1882 ഏപ്രിൽ 9 ഞായറാഴ്ച മുതൽ ഉള്ള ഭാഗമായിരുന്നു നമ്മൾ നേരത്തെ കണ്ട 16 വരെ. ഏപ്രിൽ 9 കഴിഞ്ഞ് ഒക്ടോബർ 16 വരെയുള്ള ആ ഭാഗത്താണ് നമ്മൾ ആ മാഷ്ടമഹാശയനെ എങ്ങനെ ഒരുക്കിയെടുക്കുന്നു എന്നുള്ള ഭാഗം കണ്ടുവരുന്നത്. അതായത് ഫെബ്രുവരി 26 വന്ന് ഒക്ടോബർ 17 ആകുമ്പോൾ 8 മാസമാകുകയാണ്. ഈ 8 മാസം അതാണ് ഈ അധ്യായത്തിന്, നേരത്തെ ഞാൻ പറഞ്ഞ 3-ാം അധ്യായത്തിന് 1-ാം വോള്യത്തിലെ 4-ാം ഭാഗത്തിലെ 3-ാം അധ്യായത്തിൻ്റെ പ്രാധാന്യം. അതായത് മാഷ്ടമഹാശയന് മന്ത്രദീക്ഷ എടുക്കാൻ പറയുന്നത്, ആദ്യമായി വീട്ടിൽ നിന്ന് മാറി രാത്രി ഇവിടെ തങ്ങുന്നത്, വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലെ അന്തരീക്ഷത്തിൽ വളരെ വ്യാകുലചിത്തനായി തനിക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാനുള്ള സാധ്യതകളൊന്നും ഇനി സാധ്യതയില്ല. അതാണ് കാര്യം. തൻ്റെ കുടുംബം അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നില്ല എന്നുള്ള വ്യഥ കൊണ്ട് മനസ്താപപ്പെട്ട് നിൽക്കുന്ന ഒരു മാഷ്ടമഹാശയനെയാണ് 8 മാസങ്ങൾക്ക് ശേഷം കാണുന്നത്. അതാണ് ആ 8 മാസമായിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനുമായിട്ട് സഖ്യത്തിലിരിക്കുന്ന മാഷ്ടമഹാശയൻ്റെ ഏറ്റവും വ്യഥാപൂർണമായൊരവസ്ഥയാണ് മാഷ്ടമഹാശയൻ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ അധ്യായത്തിലാണ് മാഷ്ടമഹാശയൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭക്തൻ എന്നുള്ള പേരിലും പിന്നെ മാസ്റ്റർ എന്നുള്ള പേരിലും 2 രീതിയിലും തൻ്റെ കുടുംബത്തിൻ്റെ തൻ്റെ അവസ്ഥ മാഷ്ടമഹാശയൻ ഭഗവാനുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഏതാണ്ട് 8 മാസം കഴിഞ്ഞ് മാസ്റ്റർ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ഭഗവാനെ കാണാൻ കഴിയില്ല, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ സാധ്യതയില്ല എന്ന ചിന്തയിലാണ് മാഷ്ടമഹാശയൻ എത്തിച്ചേർന്നത് എന്ന് പറയും. അപ്പോൾ ആ ചിന്ത അലട്ടിത്തുടങ്ങി. അത് അലട്ടിത്തുടങ്ങിയതിനൊരു പ്രത്യേക കാരണം കൂടെ പറയും. ഇത് മാഷ്ടമഹാശയൻ്റെ അന്തരംഗത്തിൽ മാഷ്ടമഹാശയൻ തന്നെ മാഷ്ടമഹാശയൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിനകത്ത് ആത്മഗതം പോലെ പറയുന്നൊരു ഭാഗമാണത്. എന്തെന്ന് വെച്ചാൽ, തനിക്ക് 28 വയസ്സായി. അപ്പോൾ 28 വയസ്സായി കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം ഏറ്റവും വല്ലാത്തൊരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നു എന്ന് മാഷ്ടമഹാശയൻ സ്വയം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം, 1 28 വയസ്സായി, 2 വിവാഹം കഴിഞ്ഞു, കുട്ടികളുണ്ട്, കോളേജിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാം, ജീവിതത്തെ ഇതൊന്നും തൃപ്തിപ്പെടുത്തുന്നില്ല. ഇംഗ്ലീഷ് വായിക്കാനും പറയാനും ഒക്കെ അറിയാമെങ്കിലും ഇതൊന്നും ജീവിതത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല. മാത്രമല്ല, ഭാര്യ ഈ സാഹചര്യങ്ങളോടൊന്നും പൊരുത്തപ്പെടുന്നുമില്ല. അവർ നിരന്തരം മാസ്റ്ററെ വിഷമിപ്പിക്കുന്നുണ്ട്. തന്നെയോ മക്കളെയോ നോക്കുന്നില്ല എന്ന പരാതി നിത്യവുമുണ്ട്. ഇതായിരുന്നു പ്രധാനമായിട്ടും മാസ്റ്റർ മഹാശയൻ്റെ അവസ്ഥ. അങ്ങനെയാണ് മാസ്റ്റർ മഹാശയൻ ആ ഒരു മനോവ്യഥ കൊണ്ടാണ് ആദ്യമായിട്ട് ദക്ഷിണേശ്വരത്ത് വന്ന് വീട്ടിൽ പോകാതെ അവിടെ തന്നെ തങ്ങാനുള്ള ഒരു ഘടനയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മാസ്റ്റർ മഹാശയൻ മാറുന്നത് അങ്ങനെ വച്ചിട്ടാണ്. മാത്രമല്ല, ഈ തനിക്ക് 28 വയസ്സായി എന്നുള്ള ആ ഒരു വ്യഥ വരാനുള്ള ഒരു കാരണം, മാസ്റ്റർ മഹാശയൻ അവിടെ വരുമ്പോൾ 2 തരത്തിലുള്ള ആളുകളെയാണ് ദക്ഷിണേശ്വരത്ത് മാസ്റ്റർ മഹാശയൻ കണ്ട് പരിചയപ്പെടുന്നത്. ഒരു വിഭാഗം എന്ന് പറയുന്നത് നരേന്ദ്രനെ പോലെ 19-20 വയസ്സ് ഉള്ള കോളേജിലെ വിദ്യാഭ്യാസത്തിൻ്റെ സന്ദർഭത്തിൽ ആ ഒരു ഘട്ടത്തിൽ വന്ന വളരെ യുവത്വത്തിലുള്ള ആളുകളാണ്. രാഘാൽ ഉൾപ്പെടെ എല്ലാവരും. അത് 19-20, ഭാവനാഥൻ, അങ്ങനെ എല്ലാവരും ബഹുഭൂരിപക്ഷം പേരും 19-20 വയസ്സിനകത്തുള്ളവരാണ്. അതേസമയം
പിന്നെ ഒരു വിഭാഗക്കാരെന്ന് പറയുന്നത് രാമചന്ദ്രദത്തെ പോലെ, മനോഹൻ മിത്രയെ പോലെ, അല്ലെങ്കിൽ സുരേന്ദ്രനാഥ മിത്രയെ പോലെ സമൂഹത്തിലെ ഉന്നതന്മാരാണ്. വളരെ സമ്പന്നരുമാണ്, ഉന്നതന്മാരുമാണ്. അവർക്ക് ബ്രിട്ടീഷ് കമ്പനികളിലൊക്കെ വേണ്ടത്ര സ്ഥാനമുള്ളവർ, അല്ലെങ്കിൽ അതനുസരിച്ച് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം. ഇപ്പോൾ രണ്ട് എക്സ്റ്റൻറ്റിൽ നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ കാണുന്നത്. ഇവർക്കിടയിൽ മാസ്റ്റർ മഹാശയൻ്റെ അവസ്ഥ എന്താണ്? തൻ്റെ കുടുംബം നിലനിർത്താൻ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നൊരു വ്യക്തി. അതും ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലുള്ള ഒരാളുടെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നൊരു മാനേജ്മെൻറ്റുള്ള സ്കൂള്. അപ്പോൾ ആ സ്കൂളിലെ വരുമാനം കൊണ്ട് വേണം കുടുംബത്തിൻ്റെ കാര്യം കഴിഞ്ഞു പോകാൻ. അപ്പോൾ ആ നിശ്ചിത വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് തൻ്റെ വലിയൊരു കൂട്ടുകുടുംബത്തെ ചുമലിലേറ്റുന്ന ഒരു വളരെ പരിക്ഷീണനായൊരു ഗൃഹസ്ഥാശ്രമിയാണ് മാസ്റ്റർ മഹാശയൻ. ഈ രണ്ട് പേരുടെ ഇടയിൽ ആ രണ്ടു പേർക്കും ഈ നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗക്കാരെ സംബന്ധിച്ചൊരു പ്രശ്നവുമില്ല. പക്ഷെ മാസ്റ്റർ മഹാശയൻ്റെ സ്ഥിതി അതല്ല. അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ അവസ്ഥ എന്തായി തീരുമെന്നുള്ള വ്യാകുല കാര്യം, നരേന്ദ്രനെ പോലുള്ളവരെ പോലെ തനിക്കാകാൻ പറ്റില്ല, മറ്റുള്ളവരുടെ അവസ്ഥയിലേക്ക് തനിക്ക് വളരാനും പറ്റില്ല. ഇത് മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിലുടനീളം അവസാനം വരെ നമുക്കിത് കാണാം. കാര്യം ഓരോ സന്ദർഭത്തിലും തൻ്റെ ആ ജീവിതം മുന്നോട്ട്, ഒരു ഭാഗത്ത് ഭഗവാനെ സേവിക്കാനുള്ള വ്യഗ്രത, മറ്റേ ഭാഗത്ത് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തത്രപ്പാട് നടത്തുന്ന മാസ്റ്റർ മഹാശയൻ. അതുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ മഹാശയൻ്റെ കഥ കേട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഒന്ന് വീണ്ടും ഓർത്തു പോവുകയാണ്. കാര്യം സ്കൂളിലെ കുട്ടികളുടെ റിസൾട്ട് മോശമായതിൻ്റെ കാരണം, സ്കൂളിലെ കുട്ടികളുടെ റിസൾട്ട് മോശമായതിൻ്റെ കാരണം മാസ്റ്റർ മഹാശയൻ ഇതിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ഇതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ കുറ്റപ്പെടുത്തിയപ്പോൾ ആ ജോലി രാജിവെക്കേണ്ടി വന്നു. പിന്നീട് തൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉലാത്തുമ്പോൾ ഭഗവത് കൃപയാൽ വീണ്ടും അത് ഒരു കോളേജിലെ പ്രൊഫസർഷിപ്പിലേക്കുള്ള ഒരു പ്രവേശനമായി പിന്നീട് മാറുന്നു. ഭഗവാന്റെ ആ അനുഗ്രഹം അത്രമാത്രം ലഭ്യമാകുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ദിവസം തൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള വ്യഥയുള്ള ഒരാളാണെന്നും കൂടെ അവിടെ ബോധ്യപ്പെടുന്നുണ്ട്. ഇത് അവസാന കാലം വരെയും മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് ഈ വ്യഥ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ആ സാഹചര്യത്തിലാണ്, പ്രത്യേകിച്ച് ഇത് തുടക്കത്തിലാണ്. ഇപ്പോൾ ഈ വചനാമൃത രചനയുടെ തുടക്കം 82 കാലത്തിലെ ഈ വ്യഥയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുക ഇയാൾ. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ തൻ്റെ കുടുംബത്തിൻ്റെ, ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ കാരണം ഇത്രയും വ്യാകുലപ്പെട്ടത്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവനോട് തന്നെ ചോദിക്കാം എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് മാസ്റ്റർ മഹാശയൻ. എന്നിട്ട് മാസ്റ്റർ മഹാശയൻ ഭഗവാനോട് ചോദിച്ചു, ഭാര്യ ഭർത്താവിനോട് അങ്ങ് എന്നെ നോക്കുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്ന പക്ഷം എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് ശ്രീരാമകൃഷ്ണദേവനോട് മാസ്റ്റർ മഹാശയൻ ചോദിച്ചു. ഭാര്യ ഭർത്താവിനോട്, അതായത് മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യ മാസ്റ്റർ മഹാശയനോട് ചോദിച്ചു എന്നുള്ളതാണ്. മാസ്റ്റർ മഹാശയൻ ഭാര്യ ഭർത്താവിനോട് എന്നുള്ളൊരു കോമൺ ഫാക്ടറായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ, ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഭാര്യ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എഴുതിയ സന്ദർഭത്തിൽ അങ്ങനെ എഴുതിയതായിരിക്കാം. നമ്മൾക്ക് വേണ്ടി ഈ ഒരു അവതാരവാണി എഴുതുമ്പോൾ അല്ലെങ്കിൽ വചനാമൃതം എഴുതുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ അങ്ങനെ എഴുതുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരിക്കലും എഴുതാൻ പറ്റില്ല. അത് ആ ഗ്രന്ഥത്തിൻ്റെ ഘടനയെ മോശമായി ബാധിക്കും. അതുകൊണ്ട് ഒരു ജനറലൈസ് ചെയ്തിട്ട് ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് മാസ്റ്റർ മഹാശയൻ ഉപയോഗിച്ച് എഴുതിയതാണത്. അതുകൊണ്ടാണ് ഒരു ഭാര്യ ഭർത്താവിനോട് എന്നുള്ള മട്ടിൽ, ഒരു ഭാര്യ ഭർത്താവിനോട് അങ്ങനെ നോക്കുന്നില്ല എന്നും അങ്ങനെ നോക്കാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും ഭാര്യ പറയുന്ന പക്ഷം എന്തു ചെയ്യണം എന്ന് മാസ്റ്റർ മഹാശയൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഇവിടെ മാസ്റ്റർ നില ഈ വളരെ വളരെ വ്യാകുലമായൊരവസ്ഥയിലാണെന്ന് ഭഗവാന് മനസ്സിലായി. മാസ്റ്റർ വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലാണ് എന്ന് മനസ്സിലായി. കാര്യം ഭാര്യ ആത്മഹത്യ ഭീഷണി മുഴക്കിയാൽ എന്തു ചെയ്യുമെന്നാണ് ചോദിച്ചത്. അവിടെ ഭഗവാന് ഒരു മറുപടി കൊടുത്തേ പറ്റൂ.
അപ്പം ഭഗവാൻ അത് വളരെ വ്യക്തമായൊരു മറുപടി കൊടുത്തു. ഈശ്വരമാർഗത്തിൽ വിഘ്നമായി നിൽക്കുന്ന ഭാര്യയെ നീ ഉപേക്ഷിക്കണം. അതാണ് ഭഗവാൻ വളരെ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു. യാതൊരു അതിനകത്തൊരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് മാസ്റ്റർ മഹാശയന് മറുപടി കൊടുത്തു. അങ്ങനെയുള്ള ഭാര്യയെ ഉപേക്ഷിക്കണം. അപ്പോഴേക്കും ഇത് പറഞ്ഞ് അതങ്ങ് മാറി. അപ്പോഴേക്കും നമുക്ക് ആ വചനാമൃതത്തിൽ ആ ഭാഗം കാണാം. ഞാൻ ഈ പറഞ്ഞ അധ്യായത്തിൽ അതുണ്ട്. ആ ഭാഗത്ത് കാണാം. പിന്നീട് നരേന്ദ്രാദികളുടെ കൂടെ ഭജനയും നൃത്തവുമായിട്ടൊക്കെ ഭഗവാൻ അങ്ങ് മാറുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് മാസ്റ്റർ മഹാശയൻ ഒരു മൂലയ്ക്ക് ചുമരും ചാരി വിഷണ്ണനായിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പം ഇത് ഭഗവാൻ ഇത് കാണുന്നുണ്ട്, ഭഗവാൻ ഇത് മനസ്സിലാക്കുന്നുണ്ട് മാസ്റ്റർ മഹാശയൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പം മാസ്റ്റർ നിശബ്ദനാണ് എന്ന് തന്നെയാണ് മാസ്റ്റർ മഹാശയൻ ഈ വചനാമൃതത്തിൽ എഴുതിയിരിക്കുന്ന ആ ഭാഷ തന്നെ അങ്ങനെയാണ്. ചുമരും ചാരി ദൂരെ മാറി നിൽക്കുന്ന മാസ്റ്റർ നിശബ്ദനാണ്. കാര്യം ഭാര്യ ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാനിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈശ്വരനിൽ ആത്മാർത്ഥമായി ഭക്തിയുള്ളവൻ്റെ വഴിയെ ഭാര്യയും വരും, സകലരും വശവർത്തികളാവും, നീ പേടിക്കണ്ടാകും. ഇതാണ് ഇങ്ങനെ പറഞ്ഞതോടുകൂടി മാസ്റ്റർ തന്നെ എഴുതി. മാസ്റ്റർ അതിൻ്റെ അടുത്ത് വരി എഴുതുന്നത് ഇങ്ങനെയാണ്: മാസ്റ്ററുടെ ചിന്താഗ്നിയിൽ ജലം പകർന്നു. മാസ്റ്ററുടെ ചിന്താഗ്നിയിൽ ജലം പകർന്നു. മാസ്റ്റർക്ക് പെട്ടെന്നൊരു കുളിർമ അനുഭവപ്പെട്ടു. അപ്പോൾ ഇതുവരെ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ ഒരു ചിന്താധീനനാക്കിയത് മാസ്റ്റർ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അതായത് ഭഗവാൻ അടുത്തു വന്ന് അതായത് ഈശ്വരൻ്റെ ആത്മാർത്ഥമായി ഭക്തിയുള്ളവൻ്റെ ഭാര്യയും ആ വഴിക്ക് വരും, സകലരും വശവർത്തികളാവുമെന്നും ഭഗവാൻ പറയുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിൽ മാസ്റ്ററുടെ മനസ്സിലുണ്ടായ ചിന്ത ഇതായിരുന്നു എന്ന് മാസ്റ്റർ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്തായിരുന്നു ആ ചിന്ത? മാസ്റ്റർ അതുവരെ ഈ ഭഗവാൻ ആദ്യം പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന്. അത് ഭഗവാൻ രണ്ടാമത് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിനും ഇടയിൽ വെച്ച് മാസ്റ്റർ ചിന്തിച്ചിരുന്നത്, അതായത് അവൾ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് തീരുമാനിച്ചത്. ഭഗവാൻ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് മാസ്റ്റർ മഹാശയൻ തീരുമാനമെടുത്തത് അങ്ങനെയാണ്. ഭാര്യ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ പെട്ടെന്ന് വന്ന് ഇതങ്ങ് തിരുത്തി പറഞ്ഞത്. നോക്കൂ എത്ര കൃത്യമായിട്ടാണ്, എത്ര ആ ടൈം ഫാക്ടർ എന്ന് ആലോചിച്ചു. ആ ടൈം ഫാക്ടർ, ഈശ്വരൻ്റെ ആ ടൈം ഫാക്ടർ എന്ന് നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് ഒരു തൻ്റെ ഭക്തൻ്റെ ഓരോ നിമിഷത്തെ ചിന്തയെയും ഈശ്വരൻ പെട്ടെന്ന് വന്നാണ് ആ ചിന്തയെ ഭഗവാൻ കയ്യിലെടുക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ അത് ചെയ്യുന്നത്. ഇതാണ് ഭഗവാൻ മുമ്പ് പറഞ്ഞു കൊടുത്തതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് മാസ്റ്റർക്ക് മനസ്സിലായത്. ഭാര്യ ഉപേക്ഷിക്കണമെന്ന് മുൻപ് പറഞ്ഞെങ്കിലും അതിൻ്റെ പൊരുൾ എന്താണെന്ന് മാസ്റ്റർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത് ഇപ്പോഴാണ്. ഈശ്വരനിൽ ശുദ്ധമായ ഭക്തിയില്ലെങ്കിൽ ഒരു ഗതിയുമില്ല. ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം സംസാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവന് ഒരു ഭയവും വേണ്ട. ഇതായിരുന്നു ഭഗവാൻ അവസാനം എന്ന് വെച്ചാൽ ആ ഒരു സന്ദർഭത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്നത് ഇതാണ്. കാര്യം നിനക്ക് ഈശ്വരനിൽ ശുദ്ധമായ ഭക്തി ഉണ്ടെങ്കിൽ, ആ ഭക്തി ഇല്ലെങ്കിൽ നിനക്കൊരു ഗതിയില്ല. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷമാണ് നീ സംസാരത്തിൽ ജീവിക്കുന്നതെങ്കിൽ, നീ ഈ കുടുംബ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ഈ സമൂഹത്തിലോ ജീവിക്കുന്നതെങ്കിൽ നിനക്കൊരു ഭയവും വേണ്ട. ഭഗവാൻ നൽകിക്കൊടുത്ത ഉറപ്പാണത്. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിന്നീട് കാണുന്ന മാസ്റ്റർ മഹാശയൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇത് മുതൽ, ഈ ഒരു സമയം മുതൽ പിന്നീട് നമ്മൾ കാണുന്നത് ഈ വചനാമൃതത്തിലുടനീളം അല്ലെങ്കിൽ മാസ്റ്റർ മഹാശയൻ എന്നുള്ള ആ ജീവിതത്തിലുള്ളത് ഭഗവാന്റെ ഒപ്പവും അതിനുശേഷവും ഉണ്ടാകുന്ന നമ്മൾ സമ്പൂർണ്ണമായി കാണുന്ന ആ മാസ്റ്റർ മഹാശയന്, തൻ്റെ അവതാര കഥ എഴുതാൻ നിയോഗിക്കപ്പെട്ടവനെ എത്രമാത്രമാണ് ഭഗവാൻ ഒരു നിമിഷാർദ്ധം കൊണ്ട് ഉയർത്തിയെടുത്തത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.
നമസ്തേ നമസ്തേ. അവൻ ചോദിക്കാം. അവൻ ചോദിക്കാം. ആ